ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അപ്പാണി ശരത്ത് കർഷകരെ ആക്ഷേപിച്ച വീഡിയോ ബിഗ് ബോസ് ടീം മുക്കി. അതെ, ഏഷ്യനെറ്റിന്റെ ബിഗ് ബോസ് എന്ന ഷോയിലെ ആ വീഡിയോ ഇട്ടില്ല. ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്താ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്നത്തെ ഷോയുടെ റിവ്യൂ ചെയ്യാനായിട്ടല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും ജസ്റ്റ് ആദ്യമായിട്ട് കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ് പറയാം. അതായത് ഇന്ന് രാവിലെ അനീഷും അപ്പാണി ശരത്തും തമ്മിൽ വലിയൊരു അടി ഉണ്ടായിരുന്നു. ആ അടിക്ക് ശേഷം, അതായത് അപ്പാണി ശരത്തിനെ അനീഷ് പറഞ്ഞു, നീ കൂടുതൽ നാടകമൊന്നും കളിക്കേണ്ടടാ എന്ന് അപ്പാണി ശരത്തിനോട് അനീഷ് പറയുന്നുണ്ടായിരുന്നു. അതീ പിടിച്ച് ഷാനവാസും അപ്പാണി ശരത്തും കൂടി പറഞ്ഞു, നീ കലാകാരന്മാരെ ആക്ഷേപിക്കുന്നു, നീ നാടകക്കാരെ ആക്ഷേപിക്കുന്നു, നീ ആക്ട് ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നു എന്നും പറഞ്ഞ് അനീഷിന്റെ പുറകെ നടന്ന് നമ്മുടെ അപ്പാണി ശരത്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നടക്കുന്നു, നീ പോടാ, നിന്റെ കാര്യം നോക്കടാന്നും പറഞ്ഞു ജസ്റ്റ് വിട്ട് കളയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അനീഷിന്റെ പുറകെ നടന്ന് അപ്പാണി ശരത്ത് പറഞ്ഞതാണ്, നിനക്ക് ഞങ്ങളെ പോലെ ആക്ട് ചെയ്യാൻ പറ്റുമോടാ, നിനക്ക് ഞങ്ങളെ പോലെ എന്തെങ്കിലും കഴിവുണ്ടോടാ, ഏടാ കൃഷിക്കാരാ, ഇങ്ങനെയാണ് വിളിച്ചത്. സത്യമായിട്ടും ഇങ്ങനെയാണ് വിളിച്ചത്. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും റെഫറൻസിന് വേണ്ടിയിട്ട് വെച്ചതാണ്. കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ ബിഗ് ബോസ് ടീം മുക്കുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഓരോ അരിയാഹാരവും നമ്മൾ കഴിക്കുന്നത് ഈ കർഷകരുടെ വിയർപ്പിന്റെ ഫലമായിട്ടാണ്. ഈ കർഷകർ കഷ്ടപ്പെടുന്നതാണ്. ഒരിക്കലും കർഷകരെയൊന്നും ആക്ഷേപിക്കാനോ ഏതെങ്കിലും രീതിയിൽ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ എനിക്കോ ഈ വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്നവർക്കോ ഒരു മലയാളികൾക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർക്കും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ വിയോജിപ്പ് നമ്മൾ ബിഗ് ബോസ് ടീമിനോട് അറിയിപ്പിക്കുന്നു, എൻ്റെ ഭാഗത്തുനിന്ന്. അതോടൊപ്പം തന്നെ അപ്പാണി ശരത്തിനോട് തീർച്ചയായിട്ടും മാപ്പ് പറയിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ഫയറായി സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ലാലേട്ടൻ ഇത് ചോദിക്കാനും പോകുന്നുള്ളൂ. ഓക്കെ, എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ BBM ടോക്ക് വിത്ത് പ്രശ്നം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. സോ ഇന്ന് രാവിലെ ആദ്യം മുതലേ നടന്നത് അപ്പാണി ശരത്തും അനീഷും തമ്മിലുള്ള വീട്ടിലുള്ള അടിയായിരുന്നു. അതും കുറെ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അനീഷിനെതിരെ ഇവര് വീട്ടുകാർ മൊത്തം വളഞ്ഞിട്ട് ആക്രമിച്ചായിരുന്നു. അതും അനീഷ് ചെയ്യാത്ത തെറ്റിനാണ്. അനീഷ് അവിടെ പഞ്ചസാര വിതറിയിട്ടെന്നും പറഞ്ഞായിരുന്നു പ്രശ്നം. അനീഷ് അല്ല അവിടെ പഞ്ചസാര വിതറിയിട്ടത്, ടേബിളിന്റെ മണ്ടയിൽ ഗിസയിലായിരുന്നു വിതറിയിട്ടിട്ടുണ്ടായിരുന്നത്. ഗിസയിലിന്റെ കയ്യിൽ നിന്ന് വീണതാണ്. അത് അനീഷാണ് ചെയ്തതെന്നും പറഞ്ഞാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടായത്. അതെന്തായാലും ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കണ്ടോളൂ. നമുക്ക് ടാസ്ക് മുതൽ തുടങ്ങാം. അതായത് ബാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാർ ബാൻഡ് ഉണ്ടല്ലോ, ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന 3 പേർക്കുള്ള ആ ഓപ്പർച്യൂണിറ്റി, അത് കൊടുക്കാനുള്ള ടാസ്ക് ആയിരുന്നു. അതായത് ഈ ബാൻഡ്, ഈ സ്റ്റാർ ബാൻഡ് വെളിയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വൃത്താകൃതി വരച്ചിട്ടുണ്ട്. വൃത്താകൃതിയുടെ വെളിയിൽ എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കണം. അതിനുശേഷം ബസർ അടിക്കുമ്പോഴത്തേക്ക് ഓടിപ്പോയി എടുക്കുന്നവർക്കാണ് ആ ബാൻഡ് കിട്ടാൻ പോണത്. ഭാഗ്യത്തിന് ഇത്തവണയും ഗിസൈലിനെയാണ് അത് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഗിസൈലിന് ചാടി വീണ് തറയെ കിടന്ന് ഭാഗ്യത്തിന് കിട്ടിയെന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക് അത് ഗിസൈലിന് കിട്ടി. ഒന്ന് നമ്മുടെ ആര്യനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡേ 1 മുതൽ ആര്യന്റെ കയ്യിലാണ് ഒരു ബാൻഡ് എന്നുള്ളത്. സോ ആര്യന്റെ കയ്യിൽ ഒരെണ്ണവും കിട്ടി. അതോടൊപ്പം ഷാനവാസിന് നമ്മുടെ സ്റ്റാർ ബാൻഡ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി അവിടെ ഒരു കോൾഡ് വാർ നമ്മുടെ മോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഗിസൈലിന് എല്ലാ തരത്തിലുള്ള പ്രിവിലേജസും കിട്ടുന്നുണ്ട്. ഗിസൈലിന് മേക്കപ്പ് ഇടാൻ പറ്റുന്നുണ്ട്, ഗിസൈലിന് ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ഫ്രീഡം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അനുമോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അനു ആക്ച്വലി ഇപ്പൊ നന്നായിട്ടാണ് കളിക്കുന്നത്. അനുവിനുള്ള ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, അനു ഇനിയെങ്കിലും കരച്ചിൽ നിർത്തണം. കരച്ചിൽ നിർത്തിയിട്ട് കാര്യം മാത്രം ഫോക്കസ് ചെയ്യണം. കാരണം നന്നായിട്ട് കളിക്കുന്നുണ്ട് അനു. അതോടൊപ്പം തന്നെ അനു കാര്യം മനസ്സിലാക്കി അനീഷിന്റെ സ്ട്രാറ്റജി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അനുവാണ്. അനു പറയുന്നുണ്ട് അനീഷ് കളിക്കുന്നുണ്ടെന്ന് എല്ലാ എപ്പിസോഡിലും പറയുന്നത്. ഇത് കാരണം അപ്പാണി ശരത്തിന് അനുവിനോട് ദേഷ്യമാണ്. അനീഷ് നല്ലതുപോലെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പാണി ശരത്തിന് അനുവിനോട് ദേഷ്യമാണ്. ഈ അപ്പാണി ശരത്തെ ഒരു എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാരെല്ലാം വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ, അവിടെ പിടിച്ചിരുത്തില്ല, പരദൂഷണം പറയുന്ന കണക്ക് പിടിച്ചിരുത്തി വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കാം, അവളിപ്പം അവന്റെ സൈഡാണ്, അനീഷിന്റെ സൈഡാണ്, നമ്മൾ ഇത് ചെയ്തും വിടണം. എന്ത് നാണം കെട്ട കളിയാണ് അനീഷ് അപ്പാണി ശരത്ത് കളിക്കുന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. പുള്ളിക്കാരനോട് ഒരു രീതിയിൽ എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഈ മിഡ് വീക്ക് എവിക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മിഡ് വീക്ക് എവിക്ഷന്റെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് ഡെഡ് സോണിലേക്ക്, അതായത് സസ്പെൻഡ് ചെയ്യും, കണ്ടസ്റ്റൻസിനെ സസ്പെൻഡ് ചെയ്ത് 2 പേരെ ഏറ്റവും കുറവ് ടാസ്കുകളിൽ ഏറ്റവും കുറവ് മാർക്ക് മേടിക്കുന്ന 2 പേരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത് ഡെഡ് സോണിലേക്ക്. അതിൽ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ വരെ നിന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനീഷും ശാരികയും സരികയും ആയിരുന്നു ഇന്നലെ വരെ നിന്നിട്ടുണ്ടായിരുന്നത്. ടോപ്പിൽ നിന്നത് നമ്മുടെ ഒനിയലും അതോടൊപ്പം തന്നെ നമ്മുടെ റെനയും ആയിരുന്നു.
ഇന്ന് മൂന്നാമത്തെ ടാസ്ക് കൊടുത്തത് ഇവരൊരു ലൈക്ക് നമ്മൾ എല്ലാ വർഷവും കാണുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള ഫണ്ണായിട്ടുള്ള ഇത് കാഴ്ചവെക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരിക്കുമല്ലേ, അതാണ് ഇത്തവണ നേരത്തെ കൊടുത്തത്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ പെർഫോം ചെയ്യണം, ആ പെർഫോമിന്റെ ബേസിസിൽ മാർക്ക് കിട്ടും. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു, അതും യൂഷ്വലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്ത് യൂഷ്വൽ മാർക്ക് കിട്ടി. പക്ഷേ നാലാമത്തെ ടാസ്കിലായിരുന്നു ടെസ്റ്റ്. നാലാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ വെളിയിൽ ഒരു പോഡിയം വെച്ചിട്ടുണ്ട്, ഈ പോഡിയത്തിൻ്റെ അവിടെ ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ട്, ഈ പോഡിയത്തിൻ്റെ അവിടെ ഒരു നിൽക്കണം, അങ്ങേറ്റത്ത് ഒരു ബസർ വെച്ചിട്ടുണ്ട്, ബസറിൻ്റെ ഈക്വലായിട്ട് ഓരോരുത്തരുടെയും ഇപ്പം നിലവിലുള്ള പോയിന്റ്സിൻ്റെ ഒരു നാണയം ലൈക്ക് ഒരു കോയിൻ ബേസിസിൽ പോയിന്റ്സും വെച്ചിട്ടുണ്ട്. സോ ആദ്യം പോയി ഈ ബസർ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പോയിന്റിൽ വെച്ചേക്കുന്ന ബസറിനകത്ത് പ്രസ് ചെയ്യണം. ഇത് പ്രസ് ചെയ്യുന്നവരാണ് അവർക്ക് തീരുമാനിക്കാം ആരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയിന്റിൽ ഏറ്റവും കൂടുതലുള്ള ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ഇവർക്ക് പോയിന്റ് എടുക്കാൻ പറ്റും. ഇതായിരുന്നു ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് കിടക്കുന്നവര് ഫസ്റ്റ് കയറി വരാനുള്ള അവസരമായിരുന്നു കൊടുത്തത്. സംഭവം 2 തവണയാണ് ഇതിനുള്ള അനുവാദം കൊടുക്കുന്നത്, ബസർ അടിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത്. ഈ 2 തവണയും നമ്മുടെ അനീഷാണ്. അനീഷ് പറന്ന് നിന്ന് 2 തവണയും ഈ 5 പേരെയും മറികടന്ന് പോയി അനീഷാണ് ബസർ അടിച്ചത്. അനീഷ് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ അനീഷ് ചെയ്തു. അതായത് ഒണിയലിന്റെ പോയിന്റ്, ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്നു ഒണിയലിന്റെയും റെനയുടെ ഭാഗത്തായിരുന്നു. ഒണിയലിന്റെ പോയിന്റ് തന്നെ പുള്ളിക്കാരൻ എടുത്തു. അവസാനം ടോട്ടൽ കൗണ്ട് വന്നപ്പോൾ അനീഷ് ടോപ്പും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒണിയലും നമ്മുടെ ശാരികയാണ് വന്നത്. അങ്ങനെ ഡെഡ് സോണിലേക്ക് ശാരികയും ഒണിയലും പുറത്തായി അവരെ വീട്ടിലേക്ക് പുറത്തു കൊണ്ടുപോകുന്നു. ഇതാണ് ഇന്ന് മെയിൻലി നടന്ന ടാസ്കുകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വാഭാവിക ഗിസയിലും അനുവും തമ്മിലുള്ള, അനുവിനെ തെറിയെ കുളിക്കുന്നുണ്ടായിരുന്നു ഗിസയിൽ, അത് പറയാൻ പറ്റത്തില്ല. സോ അതിനുശേഷം അവർ തമ്മിലുള്ള കോൾഡ് വാർ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനു എന്തായാലും പോരാടുന്നുണ്ട്, ബിഗ് ബോസിനെതിരെയും പോരാടുന്നുണ്ട്. അതായത് ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇപ്പോഴും അനുവദിക്കുന്നില്ല ആക്ച്വലി. പക്ഷേ ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പൊക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മൗനം സമ്മതം എന്നുള്ള രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം. എന്തായാലും ഗിസൈലിന് നേരത്തെ ബാൻഡ് കിട്ടിയപ്പോൾ ഗിസൈലിന് ഇത് ചൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. ഗിസൈലിന് സ്റ്റാർ ബാൻഡ് കിട്ടിയപ്പോഴത്തേക്ക് ഗിസൈലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പെട്ടിയെല്ലാം നേരത്തെ അയച്ചല്ലോ, അതുകൊണ്ട് ഗിസൈലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകരം ആ ബാൻഡ് വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. സോ ഗിസൈൽ ആ ബാൻഡ് കൊടുത്തേക്കുന്ന അഭിശ്രീക്കാണ്, അഭിലാഷിനാണ്. സോ അഭിശ്രീയാണ് ഇപ്പം അത് ഉപയോഗിക്കുന്നത്. സോ 3 പേര് ഇപ്പം ആര്യനും ഷാനവാസും അഭിലാഷിനുമാണ്. ഇവർക്ക് 3 പേർക്കുമാണ് നിലവിൽ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. നാളെ നമ്മുടെ പണിപ്പുരയിലേക്കുള്ള ടാസ്ക് ആയിരിക്കും നാളെ വരുന്നത്. എന്തായാലും ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടൊക്കെ നാളെ കാണാം. അതിനു മുമ്പ് വീണ്ടും നിങ്ങളോട് ഞാൻ പറയുകയാണ്, ബിബിം ടോക്ക് വിത്ത് പ്രശു എന്ന ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്യാനും. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സന്ധിക്കും വരെ വണക്കം.